IPL ആവേശകരമായി മുന്നോട്ട് പോകവേ ഏറ്റവും നിരാശപ്പെടുന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണ ചാമ്പ്യന്മാരായ CSKക്ക് ഇത്തവണ തൊട്ടതെല്ലാം പിഴക്കുകയാണ്. ആദ്യത്തെ 3 മത്സരത്തിലും തോൽവി നേരിട്ട CSK നിലവിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ്. ഇത്തവണ CSK ടീമിലേക്ക് കൊണ്ടുവന്ന താരങ്ങൾക്കൊന്നും മികവ് കാട്ടാൻ സാധിക്കുന്നില്ല. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകസ്ഥാനമടക്കം ഉപേക്ഷിച്ചാണ് CSKയിലേക്ക് എത്തിയത്. എന്നാൽ 3 മത്സരത്തിലും സഞ്ജു നിരാശപ്പെടുത്തി. 6, 7, 9 എന്നിങ്ങനെയാണ് മലയാളി താരത്തിൻ്റെ സ്കോർ. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗൈക്വാദിനും മികവ് കാട്ടാൻ സാധിക്കാത്തത് CSK പിന്നോട്ടടിക്കുകയാണ്. എന്നാൽ CSK ഇത്തവണ പിന്നോട്ട് പോകാനുള്ള പ്രധാന കാരണം സഞ്ജു സാംസണോ ഋതുരാജ് ഗൈക്വാദോ അല്ലെന്നും അത് നൂർ അഹമ്മദിൻ്റെ മോശം പ്രകടനമാണെന്നും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ പേസ് ഓൾറൗണ്ടറായ ഇർഫാൻ പത്താൻ. CSKയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നൂർ അഹമ്മദാണ്. ഈ സീസണിലെ 3 മത്സരത്തിൽ നിന്ന് 10 ഓവറുകളും പന്തെറിഞ്ഞ താരം 100 റൺസിലത്തേക്കും വിട്ടുകൊടുത്തു. എന്നാൽ ഒരു വിക്കറ്റ് പോലും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ല. നൂർ അഹമ്മദിൻ്റെ റണ്ണപ്പിൻ്റെ ആംഗിൾ മെച്ചപ്പെടുത്തിയാൽ അലൈൻമെൻറ്റ് മെച്ചപ്പെടും. അവൻ്റെ കൈകൾ ഒരു വശത്തേക്ക് താഴ്ന്നു പോകുന്നു. അത് പന്തെറിയുന്ന സമയത്ത് നേരെയാകേണ്ടതുണ്ട്, ഇർഫാൻ പത്താൻ പറഞ്ഞു. CSK പൊതുവെ സ്പിന്നർമാരെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ടീമാണ്. എന്നാൽ ഇത്തവണ സ്പിന്നർമാർ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തത് CSK പിന്നോട്ടടിക്കുന്നുണ്ടോ എന്ന് പറയാം. 2005 സീസണിൽ 14 ഇന്നിംഗ്സിൽ നിന്ന് 24 വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് വീഴ്ത്തിയത്. എന്നാൽ ഈ മികവ് ഇത്തവണ കാട്ടാൻ താരത്തിന് സാധിക്കുന്നില്ല. നൂർ അഹമ്മദ് മോശം ഫോമിലാണെന്നത് CSK പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. CSKയുടെ ഇത്തവണത്തെ ബൗളർമാരെല്ലാം മോശം ഫോമിലാണെന്ന് പറയാം. ബാറ്റിംഗ് നിരയിലെ പ്രധാനികൾ മോശം ഫോമിലാണെങ്കിലും 200 റൺകളിൽ സ്കോർ ഉയർത്താൻ 2 മത്സരത്തിലും CSK സാധിച്ചിട്ടുണ്ട്. ബൗളർമാർ അവസരത്തിൽ നിലവാരം കാട്ടത്താണ് CSK പിന്നോട്ടടിക്കുന്ന കാര്യം. 11 മത്സരം ശേഷിക്കെ CSKയെ സംബന്ധിച്ച് പ്ലേ ഓഫ് കടുപ്പമാണ്. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ CSKക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കൂ. ഇത്തവണത്തെ സീസണിൽ MS ധോണിക്ക് പരിക്കേറ്റതിനാൽ ആദ്യ 3 മത്സരത്തിലും ധോണി ടീമിന് പിന്നിലായിരുന്നു. അത് ടീമിനെ പിന്നോട്ടടിച്ചുവെന്ന് തന്നെ പറയാം. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋതുരാജ് ഗൈക്വാദിന് ഉത്തരവാദിത്തം കാട്ടാനും സാധിക്കുന്നില്ല. എന്തായാലും CSKയുടെ ശക്തമായ തിരിച്ചറിവാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായ 3 മത്സരത്തിലും വലിയ തോൽവിയാണ് CSKക്ക് നേരിടേണ്ടി വന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 43 റൺസാണ് CSK പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 3 വിക്കറ്റിന് 250 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ CSKക്ക് 19.4 ഓവറിൽ 207 റൺസാണ് നേടാനായത്. 3 തോൽവികൾ വഴങ്ങിയ CSKക്ക് പ്ലേ ഓഫിലേക്ക് എത്തുക ഇനി എളുപ്പമാവില്ല. ഒരു ടീമിന് പ്ലേ ഓഫിലെത്താൻ സ്വാഭാവികമായി വേണ്ടത് 18-20 പോയിന്റുകളാണ്. 20 പോയിന്റ് ഉറപ്പിക്കാനായാൽ മറ്റാരുടെയും സഹായമില്ലാതെ പ്ലേ ഓഫിലേക്ക് എത്താൻ CSKക്ക് സാധിക്കും. 14 മത്സരത്തിലെ 3 മത്സരങ്ങളിൽ കളിച്ച CSKക്ക് ഇനി 11 മത്സരമാണ് പ്ലേ ഓഫിന് മുമ്പ് ശേഷിക്കുന്നത്. 11 മത്സരത്തിൽ 10 മത്സരമെങ്കിലും ജയിക്കാനായാൽ CSKക്ക് പ്ലേ ഓഫിലെത്താൻ കഴിയും. അല്ലാത്ത പക്ഷം മഞ്ഞപ്പടക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് ഉറപ്പാണ്. ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് ടീമിന് അത്യാവശ്യമാണ്. അതിന് ചില നിർണായക അഴിച്ചുപണികൾ വരുത്തണം. സഞ്ജു സാംസണെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പ്ലേയിങ് ലെവലിലും ബാറ്റിംഗ് ഓർഡറിലും മാറ്റങ്ങൾ വേണം. എന്തായാലും കിടിലൻ തിരിച്ചുവരവ് നടത്താൻ ശേഷിയുള്ള താരനിരയാണ് CSKയുടേത്. ഫോം മാത്രമാണ് പ്രശ്നം. MS ധോണി തിരിച്ചെത്തുന്നതോടെ CSKയുടെ പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. മികച്ച തന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ധോണിക്ക് സാധിച്ചാൽ CSKക്ക് തിരിച്ചുവരവ് അസാധ്യമായിരിക്കില്ല. ഇതിന് ചെന്നൈക്ക് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം.